വെൽക്കം ടു ബയോതോട്ട്. അപ്പോൾ നമ്മളിന്ന് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിലെ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ആൻഡ് സ്റ്റെബിലൈസേഷൻ, പോപ്പുലേഷൻ സ്റ്റെബിലൈസേഷൻ ആൻഡ് ബർത്ത് കൺട്രോൾ അതാണ് നോക്കുന്നത്. ഓക്കെ, പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ത് ചെയ്യണം? സ്റ്റേബിൾ ആക്കണം, ബാലൻസ്ഡ് ആക്കണം. അപ്പൊ അതിന്റെ കാര്യങ്ങൾ സ്റ്റെബിലൈസേഷൻ, പിന്നെന്താണ് ആൻഡ് ബർത്ത് കൺട്രോൾ. അതിനെന്ത് വേണം? ബർത്ത് കൺട്രോൾ ഓപ്ഷൻസ് കൊണ്ടുവരണം അല്ലേ? ആൾക്കാരുടെ എണ്ണം അങ്ങനെ കൂടിക്കൊണ്ടിരിക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ എന്താ നമുക്കറിയാം, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറഞ്ഞ ഒരു ആസ്പെക്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതായിരുന്നു അല്ലെ. അപ്പൊ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? ഇങ്ങനെ നമ്മളിപ്പോ RCH പ്രോഗ്രാം, ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാംസിലൊക്കെ കൊണ്ടുവന്നു. അതിന്റെ ബേസ് ആയിട്ട് നമ്മൾ അവയർനെസ് കൊണ്ടുവന്നു. അങ്ങനെ അതിന് വേണ്ടിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് കൊണ്ടുവന്നു, എക്സ്പെർട്ട് ആയിട്ടുള്ള ഡോക്ടേഴ്സ്, ഇതെല്ലാം കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ എന്താ സംഭവിക്കുക? അതിന്റെ ഭാഗമായിട്ട് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടും അല്ലെ? ആൾക്കാർക്കൊരു അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് കൂടി. അപ്പോൾ എന്താണ്, ബെറ്റർ ലിവിങ് കണ്ടീഷൻസ് ആയി. അങ്ങനെയൊക്കെ വരുമ്പോൾ റീപ്രൊഡക്റ്റബിൾ ഏജ് ഗ്രൂപ്പിലുള്ള എണ്ണം കൂടും. ആൻഡ് ദാറ്റ് ഇസ് മാരേജബിൾ കപ്പിൾസിന്റെ എണ്ണം കൂടും. പോപ്പുലേഷൻ മൊത്തത്തിൽ കൂടി തുടങ്ങി. ഇങ്ങനെ കൂടി തുടങ്ങി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? കാര്യം നമുക്ക് ഫുഡ്, ഷെൽട്ടർ എന്നുള്ള ബേസിക് ക്ലോത്ത്, എല്ലാ ബേസിക് നീഡ്സും നമുക്ക് അവൈലബിൾ ആണെങ്കിലും അതിലും സ്കേഴ്സിറ്റി വരാം അല്ലെ? അപ്പം അത് മാത്രമാണോ? പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ നമ്മൾ വേൾഡ് പോപ്പുലേഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുന്നുണ്ട്. വേൾഡ് പോപ്പുലേഷൻ. അപ്പൊ വേൾഡ് പോപ്പുലേഷൻ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഒരു ദാറ്റ് ഈസ് 1900 ആ ഒരു ടൈമിൽ എത്രയാ പറയുന്നത്? ഓൾമോസ്റ്റ് 2 ബില്യൺ ആണ് പറയുന്നത്. 2 ബില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാ? 2000 മില്യൺ അല്ലെ? 1 ബില്യൺ എന്ന് പറയുന്നത് 1000 മില്യൺ ആണ് അല്ലെ? അപ്പൊ 2 ബില്യൺ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2000 മില്യൺ. അപ്പൊ നമ്മുടെ 2 ബില്യൺ എന്ന് ആലോചിക്കാം. ഓക്കെ, ആൻഡ് അതിന്റെ ഒപ്പം ഒരു +1 ആഡ് ചെയ്തു. ഓക്കെ, അങ്ങനെ ആലോചിക്കാം. അപ്പൊ 20. അപ്പൊ എത്ര? 2000 ഒരു 6 ബില്യന്റെ അടുത്താണ് വരുന്നത്. പിന്നെന്താണ്, അത് കഴിഞ്ഞ് 2011 റിപ്പോർട്ട് എടുത്തു. അപ്പൊ എത്രയാ വരുന്നത്? ഇത് 6ന്റെ ഒപ്പം ഒരു 1 ആഡ് ചെയ്ത് 7, പിന്നെ പോയിന്റ്, പിന്നെ മുകളിൽ 2 എടുത്തിട്ടു. അങ്ങനെ ആലോചിച്ച് ഓർത്ത് വെച്ചാൽ നല്ലതായിരിക്കും. അപ്പൊ ഓൾമോസ്റ്റ് എത്രയാണ്? വേൾഡ് പോപ്പുലേഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു റേഞ്ച് ആണ് ഇതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തപ്പോൾ കിട്ടിയത്. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ പോപ്പുലേഷൻ എങ്ങനെയാണെന്നൊന്ന് കമ്പയർ ചെയ്യാം. നമ്മള് ഇന്ത്യൻസ് ആണല്ലോ അല്ലെ? ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ പോപ്പുലേഷൻ എങ്ങനെയാണെന്ന് നോക്കി ഞാൻ ഇവിടെ തന്നെ എഴുതാം. ഇന്ത്യയുടെ പോപ്പുലേഷൻ നോക്കിയപ്പോ ഇവിടെ ഒരു ഇൻഡിപെൻഡൻസിന്റെ ടൈം ആയിപ്പോ ഒരു 1947 ആ ഒരു കാലഘട്ടത്തില് എത്രയായിരുന്നു? 350 മില്യൺ. ബില്യൺ ഒന്നും പറയില്ല ഇവിടെ, കുറച്ചുകൂടി ആ തുടക്കത്തിലൊക്കെ കുറച്ചുകൂടി കുറവാണ്. അപ്പൊ 350 മില്യൺ. പിന്നെന്താണ്, ഓൾമോസ്റ്റ് ഒരു ഈ പറഞ്ഞ നമ്മൾ ഈ റേഞ്ചിൽ എടുക്കുമ്പോൾ 2000 എടുക്കുമ്പോൾ ആ ഇയറിൽ കണ്ടത് ഓൾമോസ്റ്റ് ക്ലോസ് ടു 1 ബില്യൺ ആയിട്ടുണ്ട്. ഓക്കെ, 1 ബില്യൺ ആയിട്ടുണ്ട്. പിന്നെ 2011 ആ ഒരു റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞപ്പോ ഓൾമോസ്റ്റ് എത്രയാ വരുന്നത്? 1.2. ഓക്കെ, അപ്പൊ 2011 നമ്മളിവിടെ 0.2 എടുത്തിട്ടപ്പോ അല്ലെങ്കിൽ 1 താഴോട്ട് ഇറക്കിയിട്ടുണ്ട് 1.2 ബില്യൺ. അപ്പൊ ഇത് മെയ് 2011 സെൻസസ് റിപ്പോർട്ടാണ്. അപ്പൊ ഇതാണ് വേൾഡ് പോപ്പുലേഷൻ സ്റ്റാറ്റിസ്റ്റിക്സ്. ഇതാണ് ഇന്ത്യയുടെ പോപ്പുലേഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആ ടൈമിൽ എടുത്തത്. അപ്പം അവർ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ സ്റ്റഡി നടത്തിയപ്പോൾ അവർക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു നമ്മളിപ്പോ ഒരു പെർ ഇയറില് ഒരു 1000 പീപ്പിൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 20 ന്യൂ പീപ്പിൾ ആണ് കാണുന്നത് അല്ലെ? അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ ഇതിന്റെ പെർസെന്റേജ് എങ്ങനെ എടുക്കാം? ദാറ്റ് ഇസ് 20/1000 into 100. അപ്പൊ എത്രയാ? +2% അല്ലെ? +2% ആണ് കാണുന്നത്. പക്ഷെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഈ ഒരു അളവ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നമ്മൾ RCH പ്രോഗ്രാം ഒക്കെ വെച്ച് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, ബർത്ത് കൺട്രോൾ ഓപ്ഷൻസ് ഒക്കെ വെച്ച് കുറവ് കൊണ്ടുവരാനും അങ്ങനത്തെ ഒക്കെ നോക്കിയെങ്കിലും എന്താ സംഭവിക്കുന്നത്? അത് മാർജിനൽ ആയിരുന്നു എന്നാ പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു റേറ്റിൽ കൂടി കഴിഞ്ഞാൽ അലാർമിംഗ് റേറ്റ് വരാൻ ചാൻസ് ഉണ്ട്, സ്കേഴ്സിറ്റി ഓഫ് ദ ബേസിക് നീഡ്സ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് കാര്യങ്ങൾ ഗവൺമെന്റും ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി അവരെന്തൊക്കെയാ ചെയ്യുന്നത്? ആ ഒരു ആസ്പെക്ട് ആണ് ഈ ഭാഗത്ത് പറയുന്നത്. എന്തൊക്കെയാണ്? ഒന്ന്, സ്മോൾ കപ്പിൾസിന് എന്ത് കൊടുക്കാം? ഇൻസെന്റീവ്സ് കൊടുക്കാം. ഓക്കെ, സ്മോൾ കപ്പിൾസിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഇൻസെന്റീവ്സ് കൊടുക്കാം. പിന്നെ രണ്ടാമത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹം ദോ ഹമാരേ ദോ ആ ഒരു കൺസെപ്റ്റ്
സ്മോൾ ഫാമിലിക്ക് വേണ്ടി തന്നെയാണ്. എന്നിട്ട് ഇൻസെന്റീവ്സ് കൊടുക്കുന്നു. ഓക്കെ, അവർക്ക് സ്മോൾ ഫാമിലീസിനെ പ്രൊമോട്ട് ചെയ്യാം. പിന്നെ മാരേജബിൾ ഏജ് ഗ്രൂപ്പിൽ ഒരു അറേഞ്ച്മെന്റ്സ് ഒക്കെ നടത്തി. പണ്ടൊക്കെ അറിയാലോ, ഏജ് നോക്കാണ്ടൊക്കെ തന്നെ മാരി ചെയ്യുന്നൊരു ഉണ്ട് അല്ലെ, ഏർലി മാരേജുകളൊക്കെ കാണാറുണ്ട് അല്ലെ. അപ്പം ഫീമെയിലിനാണെങ്കിൽ എത്രയാണ് പറഞ്ഞിരുന്നത്, ഒരു 18 ഇയേഴ്സ് ഒക്കെ ആവണം. അതുമാതിരി മെയിലിനാണെങ്കിൽ ഒരു 21 ഇയേഴ്സ് ഒക്കെ ആവണം. ഓക്കെ, ഇതാണ് മാരേജബിൾ ഏജ് ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു. സ്റ്റാറ്റ്യൂട്ടറി റേസിംഗ് ഓഫ് ദ മാരേജബിൾ ഏജ് ഗ്രൂപ്പ്. പിന്നെ എന്താണ്, പിന്നെ ഈ ഫാമിലീസ്, ഈ ഫെർട്ടൈൽ കപ്പിൾസ്, ദാറ്റ് ഈസ് മാരേജബിൾ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും അവരുടെ ഫാമിലീസിലൊക്കെ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിൽ പ്രൊമോട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ചാപ്റ്ററിലെ മെയിൻ ഭാഗത്തേക്ക് വരാണ്. കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്. എന്താണ് ഈ കോൺട്രാസെപ്റ്റീവ്? പ്രഗ്നൻസി തടയാനായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് മെത്തേഡ്സ് ആണ്. ഓക്കെ, അപ്പൊ അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതില് ഇന്ന് ജസ്റ്റ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡിന്റെ ഒരു എന്താണ് അതിന്റെ മെയിൻ ഐഡിയൽ കോൺട്രാസെപ്റ്റീവ്. ഓക്കെ, അതെന്താണ് എന്നും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഒരു ക്വിക്ക് ഷോട്ട് കഴിഞ്ഞു. അപ്പൊ നോക്കിയേ, ദാറ്റ് ഈസ് എന്താണ് ഒരു ഐഡിയൽ കോൺട്രാസെപ്റ്റീവ് എന്ന് പറഞ്ഞാൽ? ഐഡിയൽ കോൺട്രാസെപ്റ്റീവ് എന്താണ്? പ്രഗ്നൻസിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടാണ്. ദാറ്റ് ഈസ് കൺസെപ്ഷൻ തടയാനുള്ള മെത്തേഡാണ് കോൺട്രാസെപ്റ്റീവ് അല്ലെ. അപ്പോൾ ഇറ്റ് ഹെൽപ്സ് ടു പ്രിവെന്റ് അൺവാണ്ടഡ് പ്രഗ്നൻസീസ്. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെ ആയിരിക്കണം? ഇത് അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഒന്ന്, നമുക്കത് യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം അല്ലെ. നമ്മൾ ഈ കോൺട്രാസെപ്റ്റീവ് എടുക്കുമ്പോൾ നമുക്കത് യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം. ഓക്കെ, യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം. പിന്നെന്താണ്, ഇനി നമ്മളത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്താണ്, അത് എഫക്റ്റീവ് ആയിരിക്കണം അല്ലെ, എഫക്റ്റീവ് ആയിരിക്കണം. പിന്നെന്താ പറയുന്നത്, അതോടൊപ്പം തന്നെ ഇതിനെന്താണ്, ലീസ്റ്റ് ഓർ നോ സൈഡ് എഫക്ട്സുകൾ ആയിരിക്കണം. ലീസ്റ്റ് ഓർ നോ സൈഡ് എഫക്ട്സുകൾ ആയിരിക്കണം. ഓക്കെ, നോ സൈഡ് എഫക്ട്സുകൾ ആയിരിക്കണം. പിന്നെന്താ പറയുന്നത്, അതോടൊപ്പം തന്നെ റിവേഴ്സിബിൾ ആയിരിക്കണം. നമുക്ക് കൺസെപ്ഷൻ വേണമെന്ന് തോന്നുമ്പോൾ, പ്രഗ്നൻസി ആവണമെന്ന് തോന്നുമ്പോൾ അത് ആവാനും സാധിക്കണം അല്ലെ. അപ്പൊ റിവേഴ്സിബിൾ ആയിരിക്കണം. പിന്നെ ഇത് നോ വേ ഷുഡ് ഇന്റർഫിയർ. കാര്യം ശരിയാണ്, നമുക്ക് കൺസെപ്ഷൻ തടയാനാണെങ്കിലും സെക്ഷൽ ആക്ടിവിറ്റിനെയോ സെക്ഷൽ ഡിസയറിനെയോ ആ ഒരു ആക്ടിനെയോ, ഓക്കെ, അതിന്റെ ആ ഒരു സെക്ഷൽ ആക്ടിവിറ്റി ഓർ ഡ്രൈവ് ഓർ എന്താണ് ഡിസയർ, ഇതിനെ ഒന്നും അതെന്താക്കണം, അത് ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല. ഇന്റർഫിയർ ഷുഡ് ലൈക്ക് എന്താ പറയാ, ഷുഡ് നോട്ട് ഇന്റർഫിയർ. ഓക്കെ, ഷുഡ് നോട്ട് ഇന്റർഫിയർ. ഓക്കെ, അത് അല്ലെങ്കിൽ ഇറ്റ് ഷുഡ് നോട്ട് ഇന്റർഫിയർ ദ സെക്ഷൽ ആക്ടിവിറ്റി, ഡ്രൈവ് ഓർ ആ യൂസറിന്റെ അതിന് അത് എഫക്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റുകളാണ് നമുക്ക്. പിന്നെ അത് മാത്രമല്ല, ഈ സംഭവം നമുക്ക് ഈസിലി അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, ഈസിലി അവൈലബിൾ ആയിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഐഡിയൽ കോൺട്രാസെപ്റ്റീവ്സ്. ഐഡിയൽ കോൺട്രാസെപ്റ്റീവിൽ വരുന്ന മെയിൻ പോയിന്റുകൾ. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഐഡിയൽ കോൺട്രാസെപ്റ്റീവ് നമ്മൾ പറഞ്ഞല്ലോ. ഇനി ഏതൊക്കെ തരത്തിലുള്ള കോൺട്രാസെപ്റ്റീവ്സ് ആണ് അവൈലബിൾ, ഏതൊക്കെ തരത്തിലുള്ള കോൺട്രാസെപ്റ്റീവ്സ് ആണ് അവൈലബിൾ? ദാറ്റ് ഈസ് നമ്മൾ എന്ത് പറയുമ്പോൾ ഒരു നാച്ചുറൽ റെമഡി പറഞ്ഞു തരുന്നു അല്ലെ. അതേപോലെ ഒരു നാച്ചുറൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് ഉണ്ട്. അതിന് നമ്മൾ പരമ്പരാഗതമായ ട്രഡീഷണൽ എന്നൊക്കെ നമ്മൾ പറയും. പിന്നെന്താണ്, പിന്നെ നമ്മള് ബാരിയർ മെത്തേഡ് ഉണ്ട്. ബാരിയർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, നമ്മളിപ്പോ പ്രോമിനന്റ് ആയിട്ട് കേൾക്കുന്ന കോണ്ടം, അതൊക്കെ അതിന്റെ പല ടൈപ്പുകളുണ്ട്. നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഇതൊക്കെ ആയിട്ട് റിവേഴ്സിബിൾ എഫക്റ്റ് ഉള്ളത് ആൻഡ് ചിലത് റീയൂസബിൾ ആണ്, അത് നമ്മൾ പഠിക്കും. പിന്നെ എന്താണ് IUDs. IUDs എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻട്രാ യൂട്ടേറിയൻ ഡിവൈസസ്. അത് നമ്മൾ പഠിക്കും. ഇൻട്രാ യൂട്ടേറിയൻ ഡിവൈസസ് എന്ന് പറഞ്ഞാൽ യൂട്രസിന്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാണ്. എന്തിന്, ഈ കൺസെപ്ഷൻ തടയാൻ വേണ്ടി. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്, അത് കഴിഞ്ഞാൽ വരുന്നത് ദാറ്റ് ഈസ് ഇൻജെക്ടബിൾസ്. ഓക്കെ, ഇൻജെക്ടബിൾസ് ആയിട്ടുള്ള ഐറ്റംസ്. നമുക്ക് എന്തെങ്കിലും ഒരു ഹോർമോൺ ആ ഒരു കോമ്പിനേഷൻ, ഓക്കെ, ഈ പ്രഗ്നൻസി തടയാനായിട്ടുള്ള ഇൻജെക്ടബിൾസ്, അല്ലെങ്കിൽ എന്താ പറയുന്നത് ഇംപ്ലാന്റ്സ്. ഓക്കെ, ഇംപ്ലാന്റ്സ് ആണ് നമ്മൾ അണ്ടർ ദ സ്കിൻ കൊടുക്കുന്ന ആ ഒരു കോമ്പിനേഷൻസ്. ഓക്കെ, പ്രഗ്നൻസി തടയാനായിട്ടുള്ള മിക്സ്ചർ കോമ്പിനേഷൻസിന്റെ വരുന്നുണ്ട്, സിന്തറ്റിക് ആയിട്ടുള്ള ഹോർമോൺസ് ഒക്കെ ആയിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ വരുന്നത് എന്താണ്, ദാറ്റ് ഈസ് സർജിക്കൽ മെത്തേഡ്. സർജിക്കൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ അതിന് റിവേഴ്സിബിലിറ്റി പൂറാണ്. അപ്പോൾ ഇതൊരു കൈൻഡ് ഓഫ് പെർമനന്റ് മെത്തേഡായി മാറും. ബാക്കിയൊക്കെ നമുക്ക് കുറച്ച് ചിലതിന്റെ ലോങ് ടേം യൂസിനുണ്ട്, ചിലത് ഷോർട്ട് ടേം യൂസ് നമുക്ക് റീയൂസബിൾ ആയിട്ടുള്ളത്, അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പൊ ഇത്രയും മെത്തേഡ്സുകൾ നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ്? നാച്ചുറൽ ആൻഡ് ട്രഡീഷണൽ ഒന്നാമത്തെ. രണ്ടാമത്തെ ബാരിയർ മെത്തേഡ്.
പിന്നെന്താണ് നമ്മൾ എപ്പോഴും സഹേലി പറഞ്ഞിരുന്നു, സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സഹേലിയെ ന്യൂ ഓറൽ കോൺട്രാസെപ്റ്റീവ്. അപ്പൊ എന്താണ്, ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് ഉണ്ട്, മരുന്ന് പോലെ കഴിക്കാൻ പറ്റുന്നതുണ്ട്. ഓക്കെ, പിൽസിന്റെ ഫോമില് ഓറൽ കോൺട്രാസെപ്റ്റീവ്സ്. അപ്പൊ എത്ര ഉണ്ട് നോക്കി, എത്ര ഉണ്ട് ഞാൻ പറഞ്ഞതില് 1 2 3 4 5 6. ഓക്കെ, അപ്പൊ ആ ഒരു ഓൾമോസ്റ്റ് ഇത്രയും മെത്തേഡ്സ് നമുക്ക് അവൈലബിൾ ആണ് അല്ലെ. ഇംപ്ലാന്റ്സ് നമുക്ക് എടുക്കാൻ പറ്റും സെപ്പറേറ്റഡ്. അപ്പൊ 7 മെത്തേഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ അല്ലേ. അപ്പൊ ഇത്രയാണ് ഐഡിയൽ കോൺട്രാസെപ്റ്റീവ്സ് നമ്മൾ ഏതൊക്കെ ടൈപ്പ് ആണെന്ന് ചോദിച്ചാലുള്ളത്. ഇത് ഓരോന്നും നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഓക്കെ ഫൈൻ. അപ്പൊ ഇത് നിങ്ങൾ റിവൈസ് ചെയ്യാം. ചെറിയതായിട്ട് ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് റീക്യാപ്പ് ചെയ്യാനുള്ള എളുപ്പത്തിനാണ്. ഓക്കെ, കീപ് വാച്ചിങ്.